വാണി ചേച്ചി. ഞാനാണെന്ന് വെച്ചോടാ എന്നാ തെളിവ്. ഞാനല്ല അഭിനയിക്കുന്നത്, അപ്പൊ എനിക്ക് തെറ്റില്ലാത്തൊരു സംഭവമായിരിക്കും എന്ന് തോന്നി. പക്ഷേ ശോഭന മാം ചെയ്ത ക്യാരക്ടർ വാണി ചേച്ചി ചെയ്ത് നന്നായിരിക്കും എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ലാലേട്ടൻ ടിപ്പിക്കൽ നമ്മുടെ മല്ലു ഗേൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോ ചേച്ചിക്ക് ശരിക്കും കൂടുതൽ റിസ്ക് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇപ്പൊ കമൽ സാറിനൊക്കെ അഗോയ് ഷൺമുഖി കിട്ടിയില്ലേ, അതുപോലെയാണ് എനിക്ക്. വാണി ഇതിനു മുന്നേ തോക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട് പടത്തില്. ഞാനൊരു നാടകത്തിൽ പോലും തോക്ക് എടുത്തിട്ടില്ല. IPL കാണാതെ പറ്റില്ല എന്ന് പറയുമ്പോ ആ കാട്ടിലേക്ക് കണക്ഷൻ വരുത്തി എനിക്ക് വേണ്ടി ടി വി ഒക്കെ വെച്ച് ചെന്നൈ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥനയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ ഇവരൊക്കെ കാണുന്നത്, പുറലോകം പോലും കാണുന്നില്ല. കല്യാണം കഴിഞ്ഞോടുകൂടി വാണി അങ്ങ് ഉൾവലിഞ്ഞേ ഒരുപാട്. അത് പിള്ളേരായി കുടുംബമായി. കറക്റ്റാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറും നമ്മൾ ചെയ്തിട്ടുമുണ്ട്. വാണി തന്നെ ഡബിയിരിക്കുന്നത് സൂപ്പറായിട്ടുണ്ട് അതൊക്കെ. പിന്നെ അതൊക്കെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ സിനിമയാണ്. വാണിക്ക് ആരും മലയാള സിനിമയിൽ വേറെ ആരും എനിക്ക് പറയാനില്ല. സത്യമാണ്. വാണിയുടെ സീറ്റ് ഇപ്പോഴും മലയാള സിനിമയിൽ ഒഴിഞ്ഞു കിടക്കുക. വാണി എപ്പോ കയറി വന്നാലും വാണിയുടെ സ്പേസ് കിടക്കുക മലയാള സിനിമയിൽ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയത്തിന് എന്നെ പിന്തുടരാൻ സാധിക്കില്ല. അതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജയങ്ങളും പരാജയങ്ങളും ഇതെല്ലാം ഇടകലർന്ന ഒന്നാണ് അല്ലേ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന നമ്മുടെ ഈ ഷോയിലൂടെ നമ്മുടെ പ്രിയ താരങ്ങളുടെ ജീവിതകഥകൾ, അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ, പരാജയങ്ങൾ ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ സീസൺ 3 ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ഈ സീസൺ 3 നമ്മൾ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കാൻ പോകുന്നതെന്ന് അറിയോ? അതൊരു ചെറിയൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, വളരെ കരുത്തുറ്റ, വളരെ പവർഫുൾ ആയിട്ടുള്ള മലയാളത്തിലെ ആക്ഷൻ ക്വീൻ ആണ്. സമാനതകളില്ലാത്ത ജീവിത കഥകളുടെ അനിതര സാധാരണമായ വ്യാഖ്യാനങ്ങൾ പകർന്നു നൽകിയ ചരിത്രമാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റേത്. വേറിട്ട അതിഥികൾ, വ്യത്യസ്തമായ സർപ്രൈസുകൾ, ആരും പറയാത്ത വിശേഷങ്ങൾ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എക്കാലത്തെയും ടോപ്പ് പ്രീമിയർ ഷോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വിജയകരമായ 2 സീസണുകൾ താണ്ടി ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് വേദിയിൽ ഏറ്റവും മികച്ച എന്റർടൈൻമെന്റ് ഷോയ്ക്കുള്ള ബഹുമതിയും കരസ്ഥമാക്കിയ 3-ാം സീസണ് കുടിയുയർത്തുമ്പോൾ ആഘോഷവേദിയുടെ 3-ാം അരങ്ങിൽ ആദ്യ അതിഥിയായി മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയ താരം വാണി വിശ്വനാഥ്. വെള്ളിത്തിരയിൽ ആക്ഷൻ രംഗങ്ങൾക്ക് പെൺചാരുതയുടെ മിഴിവേകിയ പ്രിയ നായിക. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും തന്റെ അഭിനയ മികവ് കൊണ്ട് പ്രതിഭാശ്രീയായി മാറിയ വാണി വിശ്വനാഥിനെ അടയാളപ്പെടുത്താൻ മലയാള സിനിമയ്ക്ക് ഓരോ കാലഘട്ടത്തിലെയും ഹിറ്റിന്റെ ഹിറ്റ് ചിത്രങ്ങൾ. അതെ, റൈഫിൾ ക്ലബിലൂടെ മലയാള സിനിമയുടെ ന്യൂജൻ പൂമുഖത്തേക്കും വിരുന്നെത്തിയ വാണി വിശ്വനാഥിന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 3 സ്വാഗതം. യെസ് വാണി ചേച്ചി. യെസ് ചേച്ചി. ചേച്ചി എല്ലാവർക്കും എന്തൊരു ഇഷ്ടമാണ്. എപ്പോഴും വാണി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം. ചേച്ചി ഇങ്ങനെ നമുക്ക് എപ്പോഴും ഒന്നും ഇങ്ങനെ കിട്ടില്ലല്ലോ. ചേച്ചി എപ്പോഴും എല്ലാരും പോലെ എല്ലാ സമയത്തും നമുക്ക് കാണാൻ കിട്ടില്ല, കേൾക്കാൻ കിട്ടില്ല, വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു യുണീക് പീസ് ആകുമ്പോഴത്തേക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചേച്ചി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ചേച്ചി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ഈ പ്രൊഫൈൽ വീഡിയോയിൽ കാണിച്ചതും ഒക്കെ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫസ്റ്റ് പറയണത് ആക്ഷൻ ക്വീൻ എന്നാണ്. അല്ല, വളരെ പവർഫുൾ എന്നുള്ളൊരു അങ്ങനെയാണ് ചേച്ചിന്റെ കൂടെ ടാഗ് ചെയ്യുന്ന ഒരു പേര് അല്ലേ? മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒക്കെ വഴക്കുണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർ പെൺകുട്ടികളുടെ അടുത്ത് കമന്റ് ചെയ്യുന്ന ഒന്നാണ്, നീ ആരാ വാണി വിശ്വനാഥോ? ഇങ്ങനെയൊക്കെ ഫൈറ്റ് ബാക്ക് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആൾക്കാർ റിലേറ്റ് ചെയ്യും. ശരിക്കും ചേച്ചി ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതും ഒറിജിനൽ വാണി വിശ്വനാഥ് എന്ന് പറയുന്നത് ഇത്ര പവർഫുൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണോ? ഒരിക്കലും ആയിരിക്കില്ല. വാണി വിശ്വനാഥിന് എനിക്കും ഒരുപാട് ദൂരമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ആക്ടിംഗ് ആണ്.
ഒരിക്കലും ഇല്ല. അത് ആക്ടിങ് തന്നെയാണ്. ആണ്. Okay. പക്ഷെ എങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഒരു ചെറിയ മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു കുഞ്ഞ് ആക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഇത്ര ഒരു ബോൾഡ് ആണോ? ചെറുപ്പം മുതലേ ചേച്ചി കുറച്ച് ബോൾഡ് എന്ന് പറയുന്നത് അച്ഛൻ ചെറുപ്പം മുതലേ ഈ MGRന്റെ അല്ലെങ്കിൽ ബ്രൂസ് ലീയുടെ, രജനീകാന്തിന്റെ അങ്ങനെയൊക്കെയുള്ള പടങ്ങളാണ് കൂടുതൽ എനിക്ക് കാണിച്ചു തരിക. അപ്പൊ എനിക്ക് തന്നെ സ്വയം ഞാനൊരു എനിക്കൊരു ഹീറോയിൻ എന്ന് പറയുന്നതിനും കൂടെ എനിക്കൊരു ഹീറോ ആവാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ എന്നോട് പലരും ചോദിച്ചു ഇങ്ങനെ ഈ പടത്തിലത്തെ ആ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പടത്തിലത്തെ ഈ ക്യാരക്ടർ. അപ്പൊയൊക്കെ ഞാൻ ഇപ്പൊ മണിച്ചിത്രത്തായുള്ള ശോഭന മാം ചെയ്ത ക്യാരക്ടർ വാണി ചേച്ചി ചെയ്ത് നന്നായിരിക്കും എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് ലാലേട്ടൻ എനിക്ക് കൂടുതൽ ഞാൻ അതാണ് ശ്രദ്ധിക്കുക. ഇതൊന്നും ശ്രദ്ധിക്കില്ല. ഞാൻ ലാലേട്ട അഭിനയിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്ക അഭിനയിക്കുന്ന അതിങ്ങനെ നോക്കിയിരിക്കുക. ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ പേടി വന്നത്. അയ്യോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പേടി വന്നില്ല. ഇവരുടെ കൂടെ ഞാൻ എന്താ പറയാ നോക്കി നിന്ന സന്തോഷിച്ച ഇവരുടെ കൂടെ ഞാൻ തിരിച്ച് അഭിനയിക്കും. മമ്മൂക്കയുടെ കൂടെയൊക്കെ കിങ് അഭിനയിക്കും. ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിന്ന് ഇവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന അവരാണ് കൂടുതൽ. അപ്പൊ അതിന്റെ പിന്നിലും ചേച്ചിക്ക് അപ്പൊ മനസ്സിലൊരു ടെൻഷനും ഒരു വളരെ വളരെ വളരെ. പക്ഷെ നമ്മൾ വിചാരിക്കണ എന്താന്ന് അറിയോ, വാണി ചേച്ചി ഭയങ്കര എനിക്ക് എപ്പോഴും ഒരു നായികയല്ല എനിക്ക് വെല്ലുവിളി, എപ്പോഴും ഒരു നായകനാണ് വെല്ലുവിളി. അപ്പൊ അങ്ങനെ ഏറ്റവും വെല്ലുവിളിച്ച് ചേച്ചി അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഞാനൊരു കോമ്പറ്റീഷൻ ആയിട്ടോ അങ്ങനെയൊന്നും അഭിനയിക്കുന്ന സമയത്ത് എടുക്കാറില്ല. എങ്കിലും ഇതൊക്കെ എനിക്ക് വെല്ലുവിളിയാണ്. നായകന്മാരുടെ കൂടെ അഭിനയിക്കുന്നതൊക്കെ എനിക്ക് വെല്ലുവിളിയാണ്. കിങ്, അതുപോലെ തന്നെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചത്, സുരേഷ് ഏട്ടന്റെ കൂടെ അഭിനയിച്ചത്, ഇതൊക്കെ എനിക്കൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ പൊതുവെ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റും കൊണ്ട് ചേച്ചിയുടെ മുന്നിൽ വരുമ്പോഴേ അതിനകത്ത് ഒരു ഭയങ്കര ഒരു ഫെമിനിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഭയങ്കര ഒരു ടിപ്പിക്കൽ നമ്മുടെ മല്ലു ഗേൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോ ചേച്ചിക്ക് ശരിക്കും കൂടുതൽ റിസ്ക് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇപ്പൊ കമൽ സാറിനൊക്കെ അവോയ് ഷൺമുഖി കിട്ടിയില്ലേ, അതുപോലെയാണ് എനിക്ക്. എനിക്കൊരു ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവം. ഞാൻ സ്വർണ്ണക്കിരീടൊക്കെ മൂവി ചെയ്യുമ്പോ എനിക്ക് അടിച്ചു വരിക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര സോഫ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. കമൽ സാറിനൊക്കെ സാരി കൊടുത്ത് അവരഭിനയിക്കുന്ന പോലെ എനിക്ക് അതുപോലെയായിരുന്നു. നമ്മുടെ റൈഫിൾ ക്ലബില് കറക്റ്റ് ചേച്ചിയുടെ ആ ഒരു സീൻ ഭയങ്കര ഇപ്പൊ നമ്മള് ഇതില് പ്രൊഫൈൽ വീഡിയോയിൽ കാണിച്ച ആ ഒരു ആണുങ്ങളാരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താടാ ഞാൻ ആണെന്നങ്ങ് നീ കരുതി. ശരിക്കും ചേച്ചിക്ക് അത് പറഞ്ഞപ്പോ ചേച്ചിയുടെ ലൈഫിലുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ്. എന്റെ ലൈഫായിട്ടല്ല, എന്റെ ക്യാരക്ടറുകളുമായിട്ട് വളരെ എനിക്ക് അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡയലോഗ് എഴുതിയതിന് ശേഷമായിരിക്കും ചിലപ്പോ വാണി വിശ്വനാഥനെ ഈ ക്യാരക്ടറിന് ചേർക്കുക, അല്ലെങ്കിൽ വാണി വിശ്വനാഥ് ആയതുകൊണ്ട് ആ ക്യാരക്ടറിന് അതുപോലെ വെച്ചതാണോ എന്ന് അറിയില്ല. പക്ഷെ രണ്ടിനും സാമ്യമുണ്ട്. ചേച്ചി ചോദിച്ചിട്ടില്ല ആ കാര്യം? ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞില്ല. ആണോ? വാണി വരുന്നു, റൈഫിൾ ക്ലബും ഷൂട്ടിങ് അങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ ഞാനല്ല അഭിനയിക്കുന്നത്, അപ്പൊ എനിക്ക് തെറ്റില്ലാത്തൊരു സംഭവം ആയിരിക്കും എന്ന് തോന്നി. പക്ഷെ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു സീനിനെ പറ്റിയിട്ട് പറഞ്ഞതും കേട്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പടത്തിൽ ഒരുപാട് ഉണ്ടാവുന്നല്ല ഉള്ളത്, ആ ഒരു സീനായാലും നിൽക്കുന്ന പോലെ ആവുന്ന ഒരു സംഭവമായതുകൊണ്ട്. അല്ല ശരിക്കും റൈഫിൾ ക്ലബിൽ ഇപ്പൊ ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ആരെ അതിന് പകരം പ്ലേസ് ചെയ്തതിനെന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അത് ചേച്ചിക്ക് തന്നെ പറ്റുള്ളൂ. ചേച്ചി ഒരു പക്ഷെ അവർ അപ്രോച്ച് ചെയ്തപ്പോ ഞാൻ അഭിനയിക്കില്ല, സ്ട്രിക്ട്ലി നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരാരെ കൊണ്ടുവന്നതിനെ, കാരണം ആ ക്യാരക്ടർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി മെൻ ഫോർ വാണി വിശ്വനാഥ് എന്ന് തന്നെ തോന്നും. ബാക്കി എല്ലാ ലാംഗ്വേജിലും സൂപ്പർ ഒക്കെ ആയിട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് ചേച്ചി. ഞാനിപ്പോ ഇതിന് തൊട്ട് മുമ്പ് നമ്മളിപ്പോ ആദ്യമേ പറഞ്ഞ റൈഫിൾ ക്ലബിന്റെ ഒരു കാര്യമല്ലേ, അപ്പോ അതിന്റെ ഒരു സ്ഥാനത്തിലേക്ക് തന്നെ പോവാം. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാള് ഞാൻ ഇപ്പൊ ചേച്ചിയായിട്ട് കണക്ട് ചെയ്ത് തരാം. എന്നിട്ട് ഞാൻ ഈ മാന്നാർമത്തയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പം ലൈനിൽ കണക്ട് ചെയ്യണേ, ഫോണില. ആരാണെന്ന് എനിക്കറിയില്ല. ഹലോ പറയൂ. ഓക്കെ, ഞാൻ വാണി ചേച്ചിക്ക് ഫോൺ കൊടുക്കാമേ. ചേച്ചിക്ക് മനസ്സിലായോ ആരാന്ന്? ഞാനൊരു ക്ലൂ തരാം. ചേച്ചിയായിട്ട് റൈഫിൾ ക്ലബില് ചേച്ചിയായിട്ട് എന്തോ രീതിയിൽ കണക്റ്റഡ് ആണ്. ഇത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേച്ചിക്ക് ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ചേച്ചി, പൊന്നമ്മ ചേച്ചി,
ഞാനിപ്പോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാലോ അല്ലേ, ചേച്ചിക്ക് അറിയാലോ അല്ലേ. അപ്പൊ ദേ സർപ്രൈസ് ആയിട്ട് ചേച്ചിയുടെ കോൾ തന്നിരിക്കുകയാണ്. അടിപൊളി അടിപൊളി. സുഖായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു. ചേച്ചി ഉറങ്ങായിരുന്നോ? അയ്യോടാ. ചേച്ചി സുഖായിരിക്കുന്നു, പിള്ളേരൊക്കെ സുഖായിരിക്കുന്നു? ഓക്കെ ചേച്ചി, അപ്പൊ കാണാട്ടാ, ഉടൻ തന്നെ കാണാം. ഓക്കെ 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 ഓക്കെ. കണ്ടോ, ഇങ്ങനെയാണ് ചേച്ചി, ഇതാണ് ലൈഫ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ആ പടത്തില് ഇവരില്ലായിരുന്നെങ്കിൽ നടക്കില്ല. അത് ഒന്നുമല്ലായിരുന്നു. ശരിക്കും നമ്മളെ ഞെട്ടിപ്പിച്ചില്ലേ ചേച്ചിയുടെ എന്താ പറയാ, എന്റെ അമ്മയില്ലാത്ത, എന്റെ ചേച്ചി ഇല്ലാത്ത, എന്റെ മോളില്ലാത്ത എല്ലാം കുറവ് തീർത്തു. എല്ലാവരുടെയും കുറവ് പുള്ളിക്കാരി. അല്ല, ഞങ്ങളിപ്പോ തന്ന ഈ സർപ്രൈസ് എങ്ങനെയുണ്ട്? ചേച്ചി പറഞ്ഞ എന്താ, നമ്മൾ ഉടനെ തന്നെ കാണും കേട്ടോ. അയ്യോടാ, ഞാൻ വിചാരിച്ചു ശരി ഈ ഷോ കഴിഞ്ഞ ശേഷം വിളിക്കാം, കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പൊന്നമ്മ ചേച്ചി നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വേറെയും ഇതുപോലെ ചേച്ചിയായിട്ട് ഭയങ്കര മെന്റലി അടുപ്പമുള്ള ലൈഫ് ബ്യൂട്ടിഫുൾ ആയത്. ആ ഒരു എക്സ്പീരിയൻസ് പൊന്നമ്മ ചേച്ചിയും പറയും. വാണി ചേച്ചിയുടെ കൂടെയാണ് ആ റൈഫിൾ ക്ലബ്ബിൽ നിങ്ങൾ ആ ഒരു സീക്വൻസ് ചെയ്യാൻ പോകുന്നു, ആ സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പം വാണി ചേച്ചി കുറെ നാളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒന്നും ഇല്ലാതിരിക്കുക. പിന്നെ വാണി ചേച്ചിയായിട്ട് കാണുമ്പോൾ ഓ വാണി എങ്ങനെയായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചിയുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടോ? എനിക്ക് വാണിയെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാലോ. ഓക്കെ. വാണി ഞാൻ സ്വർണ്ണ കിരീടം നമ്മള് 98 99 ഓർമ്മയില്ല, 98 മുതൽ എനിക്ക് വാണിയെ അറിയാം. വാണി അന്ന് ഞങ്ങള് സ്വർണ്ണ കിരീടം, പിന്നെ നഗരവധു, കുറച്ച് പടങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വാണി കല്യാണം കഴിഞ്ഞു പോയി. വാണി അന്ന് നല്ല അടിപൊളി ആളാണ്. ആ അന്നത്തെ വാണി തന്നെയാണ് ഞാൻ റൈഫിൾ ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോഴും. ഒരു മാറ്റവും ഇല്ല. ഇത്ര വർഷങ്ങൾക്ക് ശേഷം രൂപത്തിലും മാറ്റമില്ല, സ്വഭാവത്തിലും മാറ്റമില്ല. ആ വാണി തന്നെ. ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റം പൊന്നമ്മ ചേച്ചിയിൽ തോന്നിയോ? മാറ്റമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പുള്ളിക്കാരി എല്ലാം അപ്പോ എന്ന് പറയുമ്പോ അധികം നമുക്ക് അത്ര പരിചയമില്ല ഞങ്ങൾക്ക്. എങ്കിലും ഇപ്പൊ വന്നപ്പോ ഞങ്ങൾ ഒരുപാട് പരിചയപ്പെട്ടു എന്നല്ല, എന്താ പറയാ, ക്ലോസ്, ഓൾമോസ്റ്റ് ഇനി ആരും ഇല്ല എന്ന് പറയാനായിട്ട്. അതുപോലെയായി, അത്രയും ക്ലോസ് ആയിരുന്നു. നല്ല സ്നേഹമായിരുന്നു. ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ഡീപ്പായിട്ടൊരു അടുപ്പം ഞാൻ അങ്ങനെ ആകാറില്ല. പിന്നെ നമുക്ക് ഭയങ്കര എപ്പോഴും അവരോട്ട് കോണ്ടാക്ട് ചെയ്യണം, നമുക്ക് അവരുമായിട്ട് നമുക്ക് ടച്ച് ചെയ്തിരിക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഞാനൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നാലും ആ ഭക്ഷണം എടുത്ത് തരുന്നാലും എല്ലാം കാര്യങ്ങളും പുള്ളിക്കാരി ഓൾറൗണ്ടർ ആണ്. പറഞ്ഞിട്ടുണ്ടോ? പാനിയോ? അല്ല, ചീത്ത പറയേണ്ട ഒരു അവസ്ഥ. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ വഴക്ക് പറഞ്ഞു അങ്ങനെയൊക്കെ പറയാം, അതെന്താ കഴിക്കാത്തന്നൊക്കെ ചോദിക്കും. കാരണം അപ്പൊ ഈ മറ്റേ റംസാന്റെ നോമ്പൊക്കെ ആയിരുന്നു, അപ്പൊ ആ കഞ്ഞി, റംസാൻ കഞ്ഞി അതൊക്കെ മേടിച്ചു കൊണ്ടുവരും. കാരണം ഒരു ചേച്ചി സ്ഥാനത്ത് കഴിക്കും, ഭക്ഷണം സമയത്ത് കഴിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ സ്നേഹത്തോടെ. എന്റെ അമ്മ പോലും പറയും, സെക്കൻഡ് ഷെഡ്യൂളിന് തിരിച്ച് ഞാൻ ചെന്നൈ വന്നിട്ട് പോയപ്പോ പൊന്നമ്മ ചേച്ചി ഉണ്ടല്ലോ, പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അമ്മ പറയും എന്റെ അമ്മ. ഓക്കെ. ഇനി നമ്മുടെ റൈഫിൾ ക്ലബ്ബിൽ ചേച്ചിക്ക് പിന്നെ തോക്കെന്ന് പറയുന്നത് ഒരു പുത്തിരിയല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ വന്നപ്പോ പോലെ ഡിഷ് ആണ്. പക്ഷെ പൊന്നമ്മ ചേച്ചി ഞങ്ങളെ ഞെട്ടിവെച്ച് കളഞ്ഞു. ഫൈനൽ ഇതിലും ചേച്ചി അത് ചെയ്യുന്ന സമയത്ത്, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളപ്പം ചേച്ചി അതൊക്കെ ലൈവ് ആയിട്ടിരുന്ന് കാണുന്നുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇത് ഈ പെർട്ടിക്കുലർ ഈ സീൻ നടക്കുമ്പോ ഞാൻ കണ്ടില്ല, പക്ഷെ എന്നോട് പറഞ്ഞു വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അടിപൊളിയായിരിക്കും ചേച്ചി, ഇത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. എന്നോട് കുട്ടേട്ടൻ പറഞ്ഞു അത് ആരുടെ അടുത്തും പറയരുതെന്ന്. വെളിയിൽ ചെന്ന് ആരുടെ അടുത്ത്, പിള്ളേരുടെ പോലും ആരുടെ അടുത്തും മിണ്ടരുത്, നേരത്തെ ആർക്കും കൊടുക്കരുത്. അതിന്റെ സർപ്രൈസ് ഫുൾ അത് തന്നെ. അത് ഫസ്റ്റ് തന്നെ വന്ന് ആ അലമാരിക്കകത്ത് എങ്ങനെ കയറി ഇരുന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിൽ അവരൊക്കെ ചിരിച്ചു ചേച്ചി. പിന്നെ ആഷിക്ക് സൂപ്പർ ആയിട്ടാണ് വന്നിച്ച് പറഞ്ഞു. ആഷിക്ക് പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവരല്ല ഭയങ്കര കൈയടിച്ചു. കാരണം വെടി പൊട്ടിച്ചായിട്ട് അതിന് ലാസ്റ്റ് വെടിയുണ്ട കൊണ്ടൊന്ന് വെക്കുന്നതും കൗണ്ടിലെ ഇതും ഒക്കെ. അപ്പൊ ചേച്ചിക്ക് ഈ തോക്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോ ചേച്ചിക്ക് അതൊരു ഫിയർ ആയിരുന്നോ, അതോ ചേച്ചി അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തോ? ഇല്ല, എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കൈകൊണ്ട് എടുക്കും. അപ്പൊ നമ്മുടെ വാണി ചേച്ചിക്ക് സ്ഥിരം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, അപ്പൊ ടിപ്സ് എടുക്കുക. അല്ല, വാണി ഇതിനു മുന്നേ തോക്ക് കൈകാര്യം ചെയ്തിട്ട്
ചെയ്തിട്ടുണ്ട് പടത്തില്. അതെ. ഞാനൊരു നാടകത്തിൽ പോലും തോക്കെടുത്തിട്ടില്ല, എടുത്തിട്ടില്ല. ഞാനൊരു പിള്ളേരുടെ സത്യം പറഞ്ഞ പിള്ളേരുടെ കളിത്തോക്ക് പോലും ഞാൻ എടുത്തിട്ടില്ല. ആദ്യം ഞാൻ എടുത്തിട്ട് വലിയ തോക്കാ എന്റെ കൊണ്ടുതന്ന ഭയങ്കര വെയിറ്റ് ആ തോക്കിന്. ഞാനൊരു ദൈവമേ ഇത്രയും ദിവസം ഞാൻ ഈ തോക്കെടുക്കേണ്ടി വരുമോ ഞാൻ ആലോചിക്കുക. അപ്പൊ 1-2 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു തോക്ക്. ഭയങ്കര കഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. ഭയങ്കര വെയിറ്റ് ആണ്, ഒറിജിനൽ ഗണ്ണിന്റെ വെയിറ്റ് ആണ്. ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം ഈ ഷോട്ടിനെ പറ്റി അറിയാലോ രമ്യക്ക്. എല്ലാവരും എടുക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് കൈ കട്ടെന്ന് പറയുമ്പോൾ താഴെ ഇടും. അപ്പൊ ചേച്ചി ചോദിച്ചിട്ടുണ്ടാവില്ലേ, വാണി നീ എങ്ങനെ ഇത്ര നാൾ ഈ തോക്കും വെച്ച് ഇതൊക്കെ ഈസി ആയിട്ട്? ചെറിയ തോക്കായിരിക്കുന്നു, വലിയ വലിയ തോക്കും വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ജമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ അവസാനം കൊണ്ടെന്ന് അവര് പറഞ്ഞു, ഞാൻ അലമാരയുടെ ഉള്ളിലായതുകൊണ്ട് എനിക്ക് വലിയ തോക്ക് പറ്റത്തില്ല, എനിക്ക് ചെറിയ തോക്ക് മതി. അപ്പൊ ചെറിയ തോക്കാകുമ്പോ ഞാനും സമാധാനിച്ചു. സമാധാനം. അതിന്റെ ഏറ്റവും സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോ നമ്മൾ അറിയാതെ ഞെട്ടും. ഞാൻ 2 പ്രാവശ്യം ഞെട്ടി. നമുക്ക് ശീലമില്ലല്ലോ ഇത് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടും വെട്ടി. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അത് ഉള്ളിൽ വെച്ചാൽ അത് ഇച്ചിരി റിസ്ക്കാ. കാരണം ഇപ്പൊ ആൽബാരിക്ക് അത് കയറി ഇരുന്നിട്ട് നമ്മൾ തന്നെ തുറക്കണം, നമ്മൾ തന്നെ ആ ഒരു ഇത് തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. ആ പ്ലേസിൽ ഇരുന്നോണ്ട് തന്നെ നമ്മളിത് ചെയ്യണം. അത് ഇച്ചിരി ഇതായിരുന്നു, പിന്നെ ഞെട്ടാൻ പാടില്ല. പക്ഷെ ചേച്ചിക്ക് അങ്ങനെ ഒരു ഞെട്ടലോ ഒന്നും ഉണ്ടാവില്ല, അത്രക്കില്ല. യൂസ്ഡ് ആയിട്ടില്ല. ഇപ്പൊ കുട്ടികളുടെ അടുത്ത് കളിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്ന പോലെയാണ് ചേച്ചിക്ക് ഒരു തോക്ക് തന്നു കഴിഞ്ഞാൽ. പക്ഷെ ഈ പറഞ്ഞ ഫാക്ടർ വളരെ കറക്റ്റ് ആണ്. ശരിക്കും നമ്മള് ഇത് സൗണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ണിങ്ങനെ ചിമ്മും. നമ്മള് എത്ര ഇതാന്ന് പറഞ്ഞാലും ചേച്ചി അതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ആ ചിമ്മി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സെറ്റായി, പിന്നെ നമുക്ക് കണ്ണ് ചിമ്മില്ല. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു തോക്ക് വെക്കുന്ന ഇത് അതൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു. നമ്മൾ ചെറിയതാണെങ്കിൽ കുഴപ്പമില്ല, ഈ വലിയ തോക്ക് വന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ വെക്കുന്ന സംഭവങ്ങളും ഇതൊക്കെ വന്ന് പഠിപ്പിച്ചു തന്നിരുന്നു. ഓക്കെ. വേറൊന്ന്, ഇത് സെറ്റിൽ ഈ റൈഫിൾ ക്ലബിന്റെ സെറ്റിൽ കേട്ടൊരു കാര്യമാണ്, മൊത്തം ഈ വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, ഷൂട്ടിംഗ് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ലാവിഷ് ആയിരുന്നു അവിടുത്തെ സെറ്റില്. എല്ലാം നമ്മുടെ സുരഭി, പൊന്നമ്മ ചേച്ചി, ഉണ്ണി, എല്ലാരും ദർശന, എല്ലാവർക്കും ചേർന്ന് ഞങ്ങളൊരു ചാപ്പാട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അയ്യോ അത് ഭയങ്കര രസമായിരുന്നു, പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരും പൊന്നമ്മ ചേച്ചി പോയിട്ട് വരുമ്പോ കൊണ്ടുവരും കുഴലപ്പം, അത് ഇത് അച്ചപ്പം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള്. പിന്നെന്താണ് അട, അല്ലെ, അട അങ്ങനെയുള്ള അച്ചാറ്. ഇതൊക്കെ പൊന്നമ്മ ചേച്ചി കൊണ്ടുവരുമോ? ചേച്ചിയും കുട്ടേട്ടനും എല്ലാരും ഓരോരുത്തരും പെട്ടെന്ന് രാമേട്ടൻ ഇവരൊക്കെ വെറുതെ വെളിയൊന്ന് പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾക്കുള്ളതായി. എനിക്ക് ഈ പടം ചെയ്യുമ്പോ എന്താണ്, ഈ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കുടിച്ചോണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ ഭക്ഷണത്തെ കുറിച്ചല്ലേ പറഞ്ഞത്, എവിടെ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, കിട്ടോ? ഓക്കെ. ഇനി ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയും, ഭക്ഷണം എന്നിട്ട് എല്ലാരും ഇതുപോലെ കൊണ്ടുവരും എന്തോ പറയായിരുന്നു ചേച്ചി. അല്ല, എനിക്ക് സാധാരണ നമ്മള് ന്യൂജൻ മൂവിയിൽ ഇപ്പോഴാണല്ലോ ഞാൻ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഒരു വ്യത്യാസം തോന്നിയില്ല എനിക്ക്. കാരണം ഞങ്ങൾക്ക് കാരവനില്ല, ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ റൈഫിൾ ക്ലബ്ബ് വന്ന പോലെയായിരുന്നു എനിക്ക്. സെയിം ഫീൽ ആയിരുന്നു. അവിടെ ശോഭന, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുജി, ഇവരൊക്കെ ഉണ്ട്, ചിപ്പി, എല്ലാവരും. ഞങ്ങൾ പാട്ടുപാടും, മനക്കണക്ക്, അത് ഇത് സ്റ്റോറി ടെല്ലിങ്, അങ്ങനെ മമ്മൂക്ക കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞ് കറക്റ്റ് ശരിക്കും ആ റിവൈൻ ബട്ടണിൽ നിന്ന് ഞാൻ കറക്റ്റ് റൈഫിൾ ക്ലബിൽ വന്ന് നിന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആരും കാരവൻ ഡിമാൻഡ് ചെയ്തതും ഇല്ല? അല്ല, അവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്ന് കഷ്ടപ്പെട്ടവരാണ് വേണ്ടിട്ട് കുറച്ച് പകുതിയിലെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. പക്ഷെ കാരണം ഇത്രയും എല്ലാരും ഒരേ വൈബിലുള്ള എല്ലാരും കൂടെ അത് മാത്രമല്ല, ഞാൻ IPL ഭ്രാന്തിയാണ്. അതാണ് ഏറ്റവും വലിയത്. പറഞ്ഞു എനിക്ക് IPL കാണാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ആ കാട്ടിലേക്ക് കണക്ഷൻ വരുത്തി എനിക്ക് വേണ്ടി ടി വി ഒക്കെ വെച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് IPL കാണാനായിരിക്കാം. എല്ലാരും എനിക്ക് വേണ്ടി ഇവര് ചെന്നൈ ജയിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. അയ്യോ, വാണിക്ക് വിഷമായിരിക്കും. പക്ഷെ ദിലീഷ് പോത്തൻ വന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് എന്താ വെച്ചാൽ എന്റെ ഓപ്പോസിറ്റ് ആരാണ് അവിടെ ജയിക്കുന്നത് വെച്ചാൽ അത് കണ്ടു. പുള്ളിക്ക് അറിയില്ല, എനിക്കറിയില്ല, പുള്ളിക്ക് ക്രിക്കറ്റ് ഒന്നും അറിയില്ല. പുള്ളിക്കാരൻ
രാജസ്ഥാൻ ഇന്ന് അടിക്കും. ചേച്ചിനെ വെറുപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് തമാശകൾ നടന്നിരുന്നു ആ ലൊക്കേഷനിൽ. അടിപൊളിയായിരുന്നു. ഓക്കെ. ഇനി വാണി ചേച്ചിയില് എന്താ ഇപ്പൊ ചേച്ചി നമ്മൾ രണ്ടുപേരും സാരി ഉടുത്ത് നിൽക്കാണ്, ചേച്ചി ചുരിദാർ. ചേച്ചിനെ സാരിയിൽ കാണാന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് ഗുരുവായൂർ അമ്പല നടയിൽ കാണാൻ. അല്ലെ പനവ ചേച്ചി എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വാണി നീ സാരി ചേച്ചിക്ക് സാരി ഉടുക്കാൻ അറിയോ? കുറവാണ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ ഞാൻ ഒരുപാട് സാരി കൊടുത്തിട്ട് ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ചേച്ചി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യം? ഇല്ല, എനിക്ക് വാണിയ ജീൻസും അതിട്ട് തന്നെ കാണാനാണ് എല്ലാവർക്കും ജീൻസിലൊക്കെ കാണാൻ. വീട്ടിലും അതെ, അച്ഛനും അതെ. ആണോ? അങ്ങനെയായിരുന്നു. അപ്പൊ ചേച്ചിയുടെ വാർഡ്രോബിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ 1 2 വളരെ എണ്ണം കുറവായിരിക്കും. അന്നൊക്കെ എനിക്ക് ഞാൻ ഈ എന്താ പറയാ വാലറ്റ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പോ ഞാൻ പോക്കറ്റിൽ എപ്പോഴും പൈസയാ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ എന്റെ ടച്ചപ്പ് ബോയ്സ് ഒക്കെ ആ സമയത്തൊക്കെ ചേച്ചി ഞാൻ വാർഡ്രോബ് ഒതുക്കട്ടെ, കാരണം എന്തെങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കും അതിൽ. ഒരു 500 രൂപ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു 100 രൂപയോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് പൈസ. ഇവര് ഇതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ജീൻസിന്റെ പോക്കറ്റിൽ എന്റെ ജീൻസ് ആയിരുന്നു നൈറ്റിയും. ഞാൻ നൈറ്റി ഇടുന്നത്, എനിക്ക് നൈറ്റി എന്ന് പറയുന്ന ഒന്നുമില്ല. ആ ജീൻസ് ഒന്നില്ലെങ്കിൽ ലൂസ് ജീൻസ് ഒരു ടോപ്പ് ഇട്ടിട്ട് കിടന്നു ഉറങ്ങും. അങ്ങനെയായിരുന്നു അപ്പൊയൊക്കെ. ഇപ്പൊക്കെ മാറിയിട്ട് ഇപ്പൊ മക്കള് വന്നു. ഇപ്പൊ മക്കളുടെ പിന്നാലെയുള്ള ഓട്ടത്തിലായതുകൊണ്ട് ക്യാരി ചെയ്യാനും ഈസി ആയിട്ടൊക്കെ പോവാനും ഇതൊക്കെയാണ് കൂടുതലും അല്ലെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് മാറ്റം. എന്നാലും സാരിക്ക് വന്നിട്ടില്ല. ഇല്ല. ഇപ്പൊ നമ്മൾ പല ഫംഗ്ഷൻസിനൊക്കെ പോവാണ് ചേച്ചി അപ്പൊ പ്രിഫർ ചെയ്യണത് എന്താ? വെഡിങ് ഫംഗ്ഷൻസ് ഒക്കെ കൂടുതൽ ചുരിദാർ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ജീൻസ് അങ്ങനെയുള്ളതായിരിക്കും കൂടുതൽ. അമ്പലത്തിൽ പോകുമ്പോ മാത്രമേ. അമ്പലത്തിൽ എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഗുരുവായൂർ അമ്പലം. അത് ശരി. പിന്നെ ചേച്ചി അറിഞ്ഞോന്നറിയില്ല, നമ്മുടെ ഇപ്പം ചേച്ചിയുടെ പ്രൊഫൈൽ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അനൗൺസ് ചെയ്ത ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഡിജിറ്റൽ സ്റ്റാർസ്. അതായത് നമ്മുടെ യൂട്യൂബ് ഡിജിറ്റൽ മേഖലയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ യൂഷ്വലി സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ ഒരുപാട് അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ കാണാറില്ലേ, അതേപോലെ ഡിജിറ്റലിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതേപോലെ ഒരു അവാർഡ് ഫംഗ്ഷൻ നടത്തിയത് നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആയിരുന്നു. അതില് നമുക്ക് ഒരു സ്പെഷ്യൽ അവാർഡ് നമ്മൾ പൊന്നമ്മ ചേച്ചിക്ക് കൊടുത്തിരുന്നു. അതായത് റൈഫിൾ ക്ലബിലെ ചേച്ചിയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു ചേച്ചിക്ക് അന്ന് ആ ഒരു അവാർഡ് കിട്ടിയത് തന്നെ. അന്ന് ചേച്ചിക്ക് നല്ലൊരു ഇതൊക്കെ കിട്ടി, നല്ല ഇതായിട്ട് നല്ല ഫംഗ്ഷൻ ആയിരുന്നു. ചേച്ചി ആര് നല്ല ബ്രൈറ്റ് കളേഴ്സ്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയുടെ സാരീസ് ഒക്കെ. ഞാൻ എപ്പോഴും പറയും ഭയങ്കര കളർഫുൾ ആയിരിക്കും, ഭയങ്കര വൈബ്രന്റ് ആയിട്ട്. അത് ചേച്ചി ചിലപ്പോ സാരി, ചിലപ്പോ ചേച്ചി നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് ഇടുന്ന പോലെ നല്ല. പിന്നെ എപ്പോഴും ചോദിക്കും വിഗ് ആണോ വെച്ചിരിക്കുന്നേന്ന് ചോദിക്കോ. മോളെ സ്വന്തം മുടിയോ ചേച്ചിക്ക് നമ്മുടെ വാണി ചേച്ചി ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തതില് പൊന്നമ്മ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം 3 സിനിമ പറയാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? റൈഫിൾ ക്ലബ്ബ്. പിന്നെ റൈഫിൾ ക്ലബ്ബ് വാണി ചെയ്ത മമ്മൂക്കാടെ കിങ് എനിക്ക് ഇഷ്ടമുള്ള പടമാണ്. പിന്നെ മുകേഷിന്റെ കൂടെ അഭിനയിച്ച മറ്റേ മാന്നാർ മത്തായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. പിന്നെ വാണി പിന്നെ ഒരു പടം മറ്റേ ഒത്തിരി പടം ഉണ്ടല്ലോ വാണിയുടെ, നഗരവധു എനിക്ക് ഇഷ്ടമുള്ള പടമാണ്. ഡിഫറെന്റ് ആയിരുന്നു നന്നായിട്ട്. വാണിക്ക് സ്വർണ്ണകിരീടവും നഗരവധുവും ഒക്കെ ഒരു നന്നായി ഒരു സ്ത്രീ കഥാപാത്രം ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു സ്വർണ്ണ കിരീടത്തിലൊക്കെ ശരിക്കും ചേച്ചിക്ക് അഭിനയിക്കേണ്ടി വന്നത് വാണി ബാക്കി ദ കിങ്ങും അല്ലെങ്കിൽ ബാക്കി എന്തായാലും പക്ഷെ പൊന്നമ്മ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇത്ര അധികം ബോൾഡ് ആയിട്ടുള്ള പല പല കഥാപാത്രങ്ങൾ ചേച്ചി ചെയ്തപ്പോഴും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവർ പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ചാലഞ്ചിങ് ആണ് അല്ലേ? അപ്പൊ പൊന്നമ്മ ചേച്ചിക്ക് വാണി ചേച്ചിയുടെ ഇത്തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ കാണുമ്പോൾ നമ്മുടെ ടിപ്പിക്കൽ കരച്ചില് സീരിയലിനകത്തും അല്ലെ നമ്മൾ ശരിക്കും കരയുന്ന സ്ത്രീകളുടെ കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ചേച്ചി മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ? വാണിയെ കൊണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ? ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് വരുന്നുണ്ട് 2-3 ക്യാരക്ടർ. എല്ലാം ചെയ്യുവാണി അല്ലേ പറഞ്ഞു. വാണി എല്ലാം ചെയ്യും. ഏത് കഥാപാത്രം വന്നാലും നമുക്ക് കറക്റ്റാണ്. എല്ലാ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ എല്ലാ ക്യാരക്ടറും നമ്മൾ ചെയ്തിട്ടുമുണ്ട്. സൂസന്നക്കകത്ത് വാണി നല്ല സെന്റിമെന്റ്സ് ഉണ്ട് വാണിക്ക്. വാണി തന്നെ ഡബ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് അതൊക്കെ. പിന്നെ അതിനൊക്കെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ സിനിമയാണ് ആ പടം. അതിനകത്ത് ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു വാണി ചെയ്തത്. ഒരു ഡിഫറെന്റ് ആയിരുന്നു അത്. ഇതുപോലെയുള്ള ഞാൻ ഇൻഡിപെൻഡൻസ് അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ പടം വന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അറിയത്തില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പെട്ടെന്ന് അവര് കുഞ്ഞിലെ കണ്ടു, അവരത് മറന്നു. പിന്നെ അവര് ഇച്ചിരി പ്രായമായപ്പോ കാണുന്നൊക്കെ അവര് മിന്നൽ മുരളി അത് ഇങ്ങനെയുള്ള യൂത്തിന്റെ പടങ്ങളാണ് കൂടുതൽ കാണുന്നത്.
ഇപ്പം മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒക്കെ പഴയ പടങ്ങളോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയത്തില്ല. ഇത് തന്നെ ഈ ലാലേട്ടൻ്റെ പടമാണോ പിന്നെ ദേവദൂതൻ ഇറങ്ങിയ സമയത്ത് കണ്ടിട്ട് പിള്ളേർ അയ്യോ ഇത് എന്നാ പടമാന്ന് എന്നറിയോ സെന്റിമെന്റ്സ് കൊണ്ട് അങ്ങോട്ട് പിള്ളേർ വന്ന് കരഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ട് ചോദിക്കും അയ്യോ ഇത് എന്നാ പടമാന്ന്. അപ്പൊ കുഞ്ഞുങ്ങള് ആ പടങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടു അങ്ങ് പോയി. പക്ഷെ അതുങ്ങൾക്ക് ഇത്തിരി മെച്യൂരിറ്റി ആയിട്ട് ശേഷം അങ്ങനെ ചില പടങ്ങളും ഹിറ്റ് ആകുന്നുണ്ട്. ഇപ്പൊ ഐ മീൻ ഫസ്റ്റ് കുറച്ച് ഓടാത്ത പടം ആണെങ്കിൽ പോലും ചിലത് ഇപ്പൊ കാണുമ്പോ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്ന കുറെ പടങ്ങളും മന്നാർമത്തായി ഇതിക്ക് ഇങ്ങൊക്കെ ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നത്. അന്നേരല്ലേ ഒരു അതെന്താ മറ്റേ മമ്മൂക്ക ലാലേട്ടൻ ഇപ്പോഴും നിപ്പുണ്ട്. അത് കുറെ അഭിനയിച്ച ആൾക്കാരെ എന്തായിരുന്നു എന്ന് അവർക്ക് അറിയണമെങ്കിൽ, ഇന്നത്തെ ജനറേഷൻ അറിയണമെങ്കിൽ ഇതൊക്കെ ഇറങ്ങണം. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ചേച്ചി അതിനോട് യോജിക്കുന്നുണ്ട്? ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ മാന്നാർ മത്തായി ആയിക്കോട്ടെ, തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് തന്നെ. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പൊ OTT-ലും പക്ഷെ അതിനൊരു പബ്ലിസിറ്റി വേണം. അവർക്ക് ഇങ്ങനൊരു പടം ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ അവർക്ക് അതിനൊരു പബ്ലിസിറ്റി വേണം എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ റൈഫിൾ ക്ലബിനകത്താണെങ്കിൽ നമ്മൾ ആദ്യം സംസാരിച്ചിരുന്നു ആ ഹനുമാൻ കൈൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഒരു സീക്വൻസ്, അപ്പൊ അത് ഭയങ്കര വൈറലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സീക്വൻസ് സിനിമ വന്നതിന് ശേഷം ചേച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും അതിനെക്കുറിച്ച് വന്നിട്ട് ആ ഒരു പേടിപ്പിക്കുന്ന രീതിയും അതൊക്കെ അത് ആരെങ്കിലും നേരിട്ട് വന്ന് ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുവോ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ ഇവരൊക്കെ കാണുന്നത്. ലോകം പോലും കാണുന്നില്ല. വളരെ കുറവാണ്, വളരെ കുറവാണ്. ഒരുപാട് കല്യാണം കഴിഞ്ഞോടുകൂടി വാണി അങ്ങ് ഉൾവലിഞ്ഞെന്നേ ഒരുപാട്. അത് വളരെ കുടുംബമായി. അപ്പൊ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ പുറകെ കുഞ്ഞുങ്ങളുടെ പുറകെ സുരഭി എപ്പോഴും കളിയാക്കും എന്നെ. കുഞ്ഞുങ്ങളുടെ പുറകില് അതെന്താ വെച്ചാ അങ്ങനെ ഒരു ഇതായി പോയത്? അല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അപ്പൊ ബിസി ആയിരുന്നു, സിനിമകൾ ചെയ്തപ്പോ ബിസി ആയിരുന്നു. അപ്പോഴും പുറം ലോകം വളരെ കുറവാണ്, വളരെ കുറവാണ്. പിന്നെ വല്ല ഉദ്ഘാടനങ്ങൾ വന്നാൽ പോകും, അങ്ങനെ അല്ലാതെ തനിയെ അങ്ങനെ ഒരു ലാവിഷായിട്ട് പോകുക, അങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ വളരെ കുറവായിരുന്നു അന്നും. പിന്നെ തീരെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാണ്, അപ്പോഴാണ് ഓരോരുത്തർ വന്ന് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണത്. അത് പിന്നെ ആര് കേൾക്കാൻ പറയാനൊക്കെ. ഒരു ഇൻസ്റ്റാഗ്രാമില്ല, ഒരു ഫേസ്ബുക്ക് ഇല്ല, ആദ്യത്തെ ഒരു നടിയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഒന്നുമില്ല, അതൊക്കെ പൊന്നവച്ചേച്ചി എല്ലായിടത്തും എല്ലാം അടിപൊളിയാണ്, ഭയങ്കര കാര്യങ്ങളും ഇതൊക്കെ. അതിന്റെ പിള്ളേരെന്നെ പഠിപ്പിച്ച മമ്മിയെ ആര് ചോദിച്ചാലും ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നു. എല്ലായിടത്തും ഉണ്ടായിരിക്കണം, ഫേസ്ബുക്കിലുണ്ടാവണം, ഇൻസ്റ്റാഗ്രാമിലുണ്ടാവണം, യൂട്യൂബ് ചാനൽ എവിടെ നോക്കിയാലും പൊന്നമ്മ ബാബു. അങ്ങനെയില്ല. പിന്നെ കുക്കിംഗ് അടിപൊളിയല്ലേ? ആണല്ലേ? ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ പായസങ്ങളും. ഇപ്പൊ അടുത്ത് എനിക്ക് മോൾക്ക് വേണ്ടിട്ട് ഫിഷ് അച്ചാറ്. ആണോ? ആഹാ. അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിൽ വരുമ്പോ ഞങ്ങൾക്ക് തരണം കേട്ടോ എന്തെങ്കിലും. ഇനി ഞാൻ പൊന്നമ്മ ചേച്ചിക്ക് ഒരു ടാസ്ക് തരട്ടെ. പൊന്നമ്മ ചേച്ചി ഇപ്പൊ റൈഫിൾ ക്ലബിനകത്ത് ഞാൻ നേരത്തെ വാണിച്ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ കാര്യം, വാണിച്ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഇറ്റിയാനം എന്നുള്ള ആ ഒരു കഥാപാത്രത്തിന് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട്, വേറെ ആരിവരെ പ്ലേസ് ചെയ്തതിനെന്ന് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. പൊന്നമ്മ ചേച്ചിക്ക് ഇപ്പൊ ഞാനൊരു ടാസ്ക് തരാണ്. ആ ഒരു കഥാപാത്രം വാണിച്ചേച്ചി അന്ന് നോ പറഞ്ഞു, ഞാൻ ഇനി സിനിമയിലേക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെയായിരിക്കും അവർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക? എനിക്കതിന് പറയാൻ പറ്റത്തില്ല. എന്നറിയോ, അത് വാണി തന്നെ ചെയ്താലേ ഇത് ഏക്കത്തുള്ളത്. അത് ഞാൻ ചോദിക്കട്ടെ, ഇത്ര കൊല്ലങ്ങളായിട്ട് വാണി പടം ചെയ്യാതിരുന്ന വാണി ഇങ്ങനൊരു കഥാപാത്രം പറഞ്ഞപ്പോ ആഷിക്ക് വിളിച്ച് സംസാരിച്ചപ്പോ അത് വാണിക്കേ പറ്റുള്ളൂ എന്ന് ആഷിക്കിനറിയാം. അതിനകത്ത് ഓരോ ആർട്ടിസ്റ്റുകളെയും വെച്ചിരിക്കുന്നതോ അതാത് ചെയ്യുന്ന. ആഷിഖ് കപൂറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടറുകളെ സെലക്ട് ചെയ്യുന്നതിൽ കറക്റ്റാ. എനിക്ക് മുമ്പോട്ടേ ഇഷ്ടമാണ്. ഇപ്പോൾ ബാബുവേട്ടൻ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെയൊക്കെ വന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു സെലക്ഷൻ പുള്ളിക്ക് ഭയങ്കര ഗംഭീരാണ്. അപ്പോൾ ആഷിഖ് കപൂർ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നി എന്നെ അതുപോലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എനിക്ക് തരാം. പിന്നെ ഒരു ഡൗട്ടില്ല എനിക്ക് ചെയ്യാനായി. അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കത് വാണി വന്നത് അത് അവിടെ ഇത് ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ അത് ചെയ്യുന്ന കണ്ടപ്പോ തന്നെ അത് വാണിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വാണി ചെയ്താലേ നിക്കത്തുള്ളൂ. അത് സത്യം. ഇട്ടിയാനം എന്ന് പറയുന്ന ഒരാൾ വന്ന് നിന്നാൽ അതൊരാള് വാണിക്ക് ആരും മലയാള സിനിമയിൽ വേറെ ആരും എനിക്ക് പറയാനില്ല. സത്യമാണ്. വാണിയുടെ സീറ്റ് ഇപ്പോഴും മലയാള സിനിമയിൽ ഒഴിഞ്ഞു കിടക്കുക. വാണി എപ്പോ കയറി വന്നാലും വാണിയുടെ സ്പേസ് കിടക്കുക മലയാള സിനിമയിൽ. ഇല്ല, അതൊന്നും ഞാൻ സമ്മതിക്കില്ല. കാരണം അത്ര ശക്തമായിട്ടുള്ള ഒരു സമ്മതിക്കില്ല. അല്ല, അത് സത്യമാണ് ചേച്ചി. നമുക്ക് ആർക്കും ചേച്ചി ചെയ്യുന്ന കഥാപാത്രങ്ങളായിക്കോട്ടെ, ചേച്ചി ചെയ്ത് വെക്കുന്ന ഇതൊക്കെ നമുക്ക് അത് അങ്ങനത്തെ റോളുകളാണല്ലോ ചേച്ചി കൈകാര്യം ചെയ്തിരിക്കുന്നതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില കഥാപാത്രങ്ങൾ
കഥാപാത്രങ്ങൾ നമുക്ക് തോന്നും ഓക്കെ ഇവരില്ലെങ്കിലും അതിന് റീപ്ലേസ് ചെയ്യാൻ വേറൊരാൾക്കാരുണ്ട് എന്ന്. പക്ഷെ ചേച്ചി ചെയ്ത് വെക്കുന്നതെല്ലാം ഒരു സിഗ്നേച്ചർ ക്യാരക്ടേഴ്സ് കുറവല്ലേ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറുകൾ ചെയ്യുന്നത് വളരെ ആൾക്കാർ കുറവാണ് ആർട്ടിസ്റ്റുകൾ. ഓക്കെ. അപ്പോൾ പൊന്നമ്മ ചേച്ചി താങ്ക് യു സോ മച്ച്.